വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം MD ഡോക്ടർ ദിവ്യ എസ് അയ്യർക്കെതിരെ സൈബർ ആക്രമണം. ഭർത്താവും MLAയുമായി ശബരിനാഥൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് മോശം കമന്റുകൾ. കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച ചിത്രത്തിനടിയിലാണ് കമന്റുകൾ. പോസ്റ്റ് പങ്കുവച്ച് ബിനീഷ് കോടിയേരി. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ കഴിഞ്ഞ ദിവസമാണ് ശബരിനാഥൻ ഇങ്ങനെ ഒരു വളരെ സന്തോഷത്തോടു കൂടി അവർ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റൊക്കെ ഞാനും കണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് കുട്ടിയുടെ മുടി നീട്ടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയെ വിടുന്നത് പൊതുവിദ്യാലയത്തിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി കമൻറ്റുകളൊക്കെ കണ്ടതാണ്. ഇതിപ്പോൾ എന്താണ് സംഭവം? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം കുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിനാഥൻ കുടുംബത്തോടൊപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തിനടിയിലാണ് ഇത്തരത്തിൽ മോശം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒന്നാം പൗരൻ എന്ന തരത്തിൽ ശബരിനാഥൻ കുടുംബത്തോടൊപ്പം ഫേസ്ബുക്കിൽ ഈ കുട്ടി സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ദിവ്യ എസ് അയ്യർ ഉൾപ്പെടുന്ന ഒരു കുടുംബ ചിത്രമാണ് ഫേസ്ബുക്കിൽ വളരെ സന്തോഷപൂർവ്വം അവർ പങ്കുവച്ചിരുന്നത്. ആ ചിത്രത്തിനടിയിലാണ് ഇത്തരത്തിൽ മോശം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് കൂടുതലും കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ അടക്കം ചൂണ്ടിക്കാണിച്ച് വ്യക്തിപരമായി കൂടി അധിക്ഷേപിക്കുന്ന തരത്തിൽ, കുട്ടിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ കമന്റുകളുടെ ഒരു സ്വഭാവം മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ദിവ്യ എസ് അയ്യർ അല്ല ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. കോൺഗ്രസ് MLA കൂടിയായിരുന്ന ശബരിനാഥനാണ് ഈ ചിത്രം പങ്കുവച്ചത്. അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെയാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. വ്യക്തിപരമായി ദിവ്യ എസ് അയ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് ഈ കമന്റുകൾ നീങ്ങുന്നത് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ദിവ്യ എസ് അയ്യർക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം വളരെ വ്യാപകമായി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ നിന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. അന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ തന്നെ ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി തന്നെ ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കുടുംബത്തോടൊപ്പം പങ്കുവയ്ക്കുന്ന ചിത്രത്തിനടക്കം ഇത്തരത്തിൽ മോശമായ കമന്റുകൾ പങ്കുവയ്ക്കുന്നത് പ്രധാനമായും നോക്കിക്കാണേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇവിടെ ഈ പോസ്റ്റ് വീണ്ടും ചർച്ചയാകുന്നത് ബിനീഷ് കോടിയേരി ഈ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഒരു വിമർശനമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ക്രീൻഷോട്ടുകളും, അതായത് ഈ കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പങ്കുവച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊന്നും സൈബർ ആക്രമണമായി ആരും കാണുന്നില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. കാരണം ഇത് ശബരിനാഥൻ്റെ വളർച്ചയെ തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടി വടക്കു നിന്നുള്ള ഒരു MPയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമാണ് ഇത്തരം ആക്രമണത്തിന് പിന്നിലെന്നാണ് ഈ ബിനീഷ് കോടിയേരി ഈ ഒരു വിമർശനമായി സൂചിപ്പിക്കുന്നത്. എന്തായാലും ദിവ്യ എസ് അയ്യർക്കെതിരെ വീണ്ടും ഇത്തരത്തിൽ സൈബർ ഹാൻഡുകളിൽ വിമർശനം ഉണ്ടാകുന്നു. അത് കോൺഗ്രസ് അനുകൂല വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വിമർശനം ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധ. അതും ശബരിനാഥൻ പങ്കുവച്ച ഒരു പോസ്റ്റിനടിയിൽ പോലും ഇത്തരത്തിൽ കോൺഗ്രസ് ഹാൻഡുകളിൽ നിന്നും വിമർശനവും അധിക്ഷേപ കമന്റുകളും ഉണ്ടാകുന്നു എന്നതാണ് പറയുന്നത്. ശരി ചന്തു.